ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിംഗ് മല്ലു വേൾഡിൻ്റെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പോകുന്നെന്ന് വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നോക്കാൻ പോകുന്നൊരു പ്രാർത്ഥനയാണ്. ആക്ച്വലി കുടുംബ വിശുദ്ധീകരണത്തിനുള്ളൊരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും വിശുദ്ധിയോടു കൂടിയും അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ നല്ല റിലേഷൻഷിപ്പോടു കൂടിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തോട് യാചിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം കുടുംബത്തിലുള്ള മെമ്പേഴ്സും അതുപോലെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധം നിലനിർത്തുക അല്ലെങ്കിൽ പുലർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആവശ്യമാണ്. സോ ഇന്ന് പല കുടുംബങ്ങളിലും അത് ഇല്ലാതെ ആകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു സമയമാണ് അല്ലേ. അപ്പം അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രേരണയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന വാക്ക് തർക്കങ്ങൾ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നമ്മൾ കുടുംബത്തിൽ കടന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ചേർച്ചക്കുറവുകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെ കുടുംബത്തിൽ നമ്മളുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതുപോലെ കുടുംബത്തിൽ കുറച്ചും കൂടെ നല്ല വിശുദ്ധീകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. വളരെ ഉപകാരപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ കുടുംബ വിശുദ്ധീകരണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് മോസ്റ്റ്ലി നമ്മുടെ വൈകിട്ട് നമ്മൾ കുരിശുവരയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജപമാല അർപ്പിച്ച് കഴിഞ്ഞ് ആ സമയത്താണ് നമ്മൾ കുടുംബ വിശുദ്ധീകരണ പ്രാർത്ഥന എല്ലാവരും കൂടെ ചേർന്ന് ചൊല്ലുന്നത് ആക്ച്വലി. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത് ഈ പ്രാർത്ഥന കേട്ടോ. അപ്പം നമുക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുടുംബ വിശുദ്ധീകരണ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുരിശ് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും. പ്രാർത്ഥന ഇതാണ്: കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുന്നു, അവയ്ക്ക് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ. വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധ സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ. പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭിന്നതയും കലഹങ്ങളും ഉണ്ടാവാതെ മനസ്സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങൾ നയിക്കുമാറാകണമേ. ദൈവശുശ്രൂഷയ്ക്കും സേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ. രോഗികളെയും ആസന്ന മരണങ്ങളെയും കാത്തു പരിപാലിക്കണമേ. അങ്ങനെ പോകുന്നു ആ ഒരു പ്രെയർ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രെയറാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ വിശുദ്ധീകരണത്തിനും വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്യുന്നൊരു പ്രെയറാണിത്. നിങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ കുടുംബ വിശുദ്ധീകരണത്തിനും വേണ്ടി നല്ലതാണ്. നമ്മുടെ ഈ സമയത്ത് കുടുംബങ്ങളിൽ ഒത്തിരി പ്രോബ്ലംസ് ഉള്ള കുടുംബങ്ങളാണ്. നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ വേറൊരു പ്രോബ്ലംസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ ഒത്തിരി പേരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് സഹ്യോൻ പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പ്രാർത്ഥനയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ പിക്ചർ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൃപാസന മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും സമർത്ഥമായിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. താങ്ക് യു.